ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സാധാരണ ഞാനിത് വോയിസ് ഓവർ ചെയ്യാറാണ് പതിവ്. ഇങ്ങനെ ഫേസ് ടു ഫേസ് പറയുമ്പോൾ കുറച്ചൊരു ചമ്മലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു കണ്ടന്റാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു കണ്ടന്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ സാധനമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കിയ കൂട്ടത്തിൽ കുറച്ച് പഴയ ഡ്രസ്സൊക്കെ കണ്ട് അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ എന്താണെന്ന് കാണിക്കാനും അതിന് പിന്നിലെ കഥകൾ പറയാനാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പം നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് പോയാലോ? അപ്പം നമുക്കിനി നേരെ കഥയിലേക്ക് പോയാലോ? നമ്മുടെ കഥ നടക്കുന്നത് 2021 ഒക്ടോബർ 30 ഇപ്പോൾ ഏകദേശം 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ മെമ്മറീസ് എൻ്റെ കയ്യിലുള്ളതെല്ലാം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം മറ്റൊന്നുമല്ല, അത് നമ്മുടെ പെണ്ണ് കാണലായിരുന്നു, എൻ്റെയും ചേട്ടൻ്റെയും പെണ്ണ് കാണൽ. ആദ്യമായിട്ടാണ് എന്നെ ചെറുക്കനും കൂടി വന്നിട്ട് പെണ്ണ് കാണുന്നത്. അത് ചേട്ടൻ്റെ തന്നെയായിരുന്നു. അപ്പം ഈ പെണ്ണ് കാണാൻ തലേദിവസം എനിക്കൊരു PSCയുടെ എക്സാം ഉണ്ടായിരുന്നു. ഞാൻ അപ്പം നാട്ടിലില്ലായിരുന്നു, ചേച്ചിയുടെ അടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ നാട്ടിൽ വന്നു, ഈ എക്സാം എഴുതി. നെക്സ്റ്റ് ഡേ ആയിരുന്നു പെണ്ണ് കാണൽ. ആ ദിവസം തന്നെ എനിക്ക് പീരീഡ്സും ആയി. അപ്പം പീരീഡ്സ് ആയാൽ ഇങ്ങനെ പെണ്ണ് കാണലിന് വന്നാൽ എന്താണ് കല്യാണം ഉറയ്ക്കും, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അന്നാണ് അറിയുന്നതും മനസ്സിലാക്കിയതും. അപ്പം നമ്മൾ നോർമലി ഒരു സാധാ പെണ്ണ് കാണലായിരുന്നു, പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ലായിരുന്നു. നോർമൽ എല്ലായിടത്തും കണ്ടുവരുന്ന പോലത്തെ ഒരു പെണ്ണ് കാണൽ. നോർമലി ഞാൻ ഒരുപാട് പെണ്ണ് കാണൽ സീൻസൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് 2 ചേച്ചിമാരായിരുന്നു, അവരുടെ 2 പേരുടെയും ഒരുപാട് പെണ്ണ് കാണലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒത്തിരി അങ്ങനെ വന്നിട്ടില്ല. ഇത് പറഞ്ഞല്ലോ, ചെറുക്കൻ വന്ന ആദ്യത്തെ പെണ്ണ് കാണൽ നമ്മുടെ ചേട്ടനായിരുന്നു ആ മഹാഭാഗ്യം. ഇപ്പം ചേട്ടൻ വിദ്യ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അത് ഞാൻ പിന്നെ പറയാം. അപ്പം നമ്മുടെ പോയിന്റിലേക്ക് വരാം. അങ്ങനെ ചേട്ടൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ വന്നു. ചേട്ടൻ്റെ കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലും കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ വന്നു. ആദ്യം എല്ലാവരുടെ മുമ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചൊന്നുമില്ല, നോർമലി പറയുന്ന കാര്യങ്ങളൊക്കെ. ചേട്ടൻ ഓൾറെഡി നമ്മുടെ ഒരു റിലേറ്റീവ് തന്നെയാണ്. അപ്പം ഓൾറെഡി ചേട്ടൻ്റെ അച്ഛനെയും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്, അതായത് എൻ്റെ അമ്മയ്ക്ക് അറിയാവുന്നതാണ്. അമ്മയുടെ വഴിയുള്ള റിലേഷനാണ് ചേട്ടനുമായിട്ട്. അങ്ങനെ പക്ഷെ ഞാൻ ചേട്ടനെയൊക്കെ കാണുന്നത് ഫസ്റ്റ് ടൈം അന്ന് അവിടെ വന്നാണ് കാണുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. അങ്ങനെ അപ്പം ചേട്ടനോട് ചോദിച്ചു, നോർമൽ കാഷ്വൽ ചോദിക്കുന്ന പോലെ ഒരു ക്ലീഷേ ചോദ്യം ചോദിച്ചു, എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന്. അപ്പം ആദ്യം ചേട്ടൻ കുറച്ച് ജാടയൊക്കെ ഇട്ടെങ്കിലും പിന്നെ ചേട്ടൻ്റെ ഒരു ചേച്ചിയോട് പറഞ്ഞു സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ സ്ഥിരം ഞങ്ങളുടെ വീട്ടിൽ പെണ്ണ് കാണാൻ റൂമുണ്ട്. കാരണം ചേച്ചിമാരുടെയൊക്കെ നടന്നപ്പോഴും ഇതുപോലെ ചെറുക്കന്മാർ വരുമ്പോൾ സംസാരിച്ചിരുന്ന ഒരു റൂമുണ്ട്. ആ റൂമിൽ ഞങ്ങളും പോയി, പതിവ് തെറ്റിച്ചില്ല. അങ്ങനെ റൂമിൽ പോയി സംസാരിച്ചതെല്ലാം ചേട്ടനും എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചേട്ടൻ അറിയാമായിരുന്നു. ചേട്ടൻ അവിടെ നിന്ന് കേട്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേട്ടൻ അറിയാമായിരുന്നു. അപ്പോൾ എനിക്കൊന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല. അതല്ലേ, ഇതല്ലേ, മറ്റേതല്ലേ എന്നെല്ലാം ചേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ചെറുക്കൻ നല്ലൊരു സൽസ്വഭാവിയായ ചെറുക്കനായിരുന്നു. എല്ലാവർക്കും ചേട്ടൻ്റെ അച്ഛനെ ആണെങ്കിലും ഭയങ്കര കാര്യമായിരുന്നു. അമ്മയുടെ അമ്മാവനാണ്. അപ്പം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു അമ്മാവൻ കൂടിയാണ്. അങ്ങനെ ക്ലോസ് റിലേഷൻ അല്ലെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമാണ് അമ്മാവനെ. അങ്ങനെ അമ്മാവൻ്റെ മോനെ പറ്റി നല്ല അടിപൊളി അഭിപ്രായമായിരുന്നു. പക്ഷെ ആ അഭിപ്രായം ഇന്നുവരെ ചേട്ടൻ തെറ്റിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക, ആരെയൊക്കെ കാണിക്കാനോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ മാത്രമായിരുന്നു ഞങ്ങളുടെ ആ പെണ്ണ് കാണൽ ഡേയിലെ മെമ്മറി എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ലായിരുന്നു. ഇപ്പോഴൊക്കെ ആണെങ്കിൽ എല്ലാവരും റീലെടുക്കും, അങ്ങനത്തെ ചായ കൊണ്ട് കൊടുക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, റീലൊക്കെ ആയിട്ട് എല്ലാവരും പോസ്റ്റ് ചെയ്യുന്ന കാണാം. പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ളത് ജസ്റ്റ് ആ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. ആ ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഫോട്ടോയിൽ ചേട്ടൻ നല്ല തക്കുടുക്കുട്ടപ്പനായിട്ട് നിൽപ്പുണ്ട്, ഞാനിങ്ങനെ ഓഞ്ഞ് കുത്തിയൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ഫോട്ടോ, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു പെണ്ണ് കാണലിൻ്റെ മെമ്മറി. അങ്ങനെ നമ്മുടെ ഫോട്ടോ എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ ഫോട്ടോയിൽ നമ്മളിട്ടിരുന്ന ഡ്രസ്സ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഡ്രസ്സ് പിന്നെ ഇട്ടിട്ടേ ഇല്ല, അന്നൊരു ദിവസം ഇട്ടിട്ടേ ഉള്ളൂ. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആ ഡ്രസ്സിങ് കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം എനിക്കത് ഒത്തിരി ടൈറ്റാണ്. അന്നും ടൈറ്റായിരുന്നു, പക്ഷേ ഞാനത് വീണ്ടും യൂസ് ചെയ്തിട്ടില്ല, ഞാനത് കളഞ്ഞിട്ടുമില്ല, ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല. സാധാരണ എൻ്റെ ചെറുതാവുന്ന ഡ്രസ്സൊക്കെ ഞാൻ ആർക്കെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കും. എൻ്റെ ഒത്തിരി ഞാനിങ്ങനെ അടിക്കടിക്ക് അങ്ങനെ വെച്ച് സൂക്ഷിക്കാറില്ല. ചെറുതാവുന്നതനുസരിച്ച് ഞാൻ ആർക്കെങ്കിലും കൊടുക്കും.
പക്ഷെ ഞാൻ ഈ ഡ്രസ്സ് ആർക്കും കൊടുത്തിട്ടുമില്ല, ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ടുമില്ല. ഞാൻ ഇപ്പോഴും അത് അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 4 വർഷമായി. സ്റ്റിൽ ആ ഡ്രസ്സ് നമ്മുടെ പെണ്ണ് കാണൽ ഡ്രസ്സ്. ഇത് ആ ടൈമിൽ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുർത്തി സെറ്റായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഭയങ്കര ഓഫറിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഡ്രസ്സും കൂടെ ആയിരുന്നു. സെയിം ഡ്രസ്സ് എൻ്റെ മൂത്ത ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാനും അന്ന് ഇതിന് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഏതോ ആമസോണിൽ നിന്നോ അങ്ങനെ ഏതോ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ആ പെണ്ണ് കാണൽ ഡ്രസ്സ്. അപ്പം നല്ല പൊടിമണമാണ്, പക്ഷെ സ്റ്റിൽ എൻ്റെ ഒരു ആ മെമ്മറിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഡ്രസ്സാണിത്. അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഇനി നമുക്ക് ചേട്ടൻ്റെ ഡ്രസ്സ് കാണണ്ടേ? ചേട്ടൻ്റെ ഷർട്ട് ഇതാണ്. ഇപ്പോഴും ഞാൻ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇത് കളഞ്ഞിട്ടില്ല. എനിക്ക് ആ ഫോട്ടോയിൽ ചേട്ടനെ കാണുന്നതും ഈ ഷർട്ട് കാണുന്നതൊക്കെ ഒരു മെമ്മറി ആയിട്ടാണ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. ഈ ഷർട്ടും പിന്നെ ചേട്ടൻ ഇട്ടിട്ടില്ല. ഈ ഷർട്ടും അതുപോലെ തന്നെ എല്ലാം ബട്ടണെല്ലാം ഇട്ട് അതുപോലെ അന്ന് മടക്കി വെച്ചതൊക്കെ പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ചേട്ടൻ ഇതുപോലെ ചേട്ടൻ്റെ ഷർട്ട് ചെറുതാകുന്നതൊക്കെ ആർക്കെങ്കിലും കസിൻസിനോ ആർക്കെങ്കിലും കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഷർട്ട് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഇതും അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ പെണ്ണുകാണൽ മെമ്മറി. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ October 30 പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു. നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തു. എൻഗേജ്മെൻറ്റ് നമ്മൾ 12/12/21 ഫിക്സ് ചെയ്തിരുന്നത്. അത് നമ്മുടെ ഹരിപ്പാടുള്ള മുരളി ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. അപ്പം എൻഗേജ്മെൻറ്റ് ഡ്രസ്സും നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഒരു കുർത്തയായിരുന്നു, മുണ്ടുമായിരുന്നു. എൻ്റെത് സെറ്റ് മുണ്ടുമായിരുന്നു. പക്ഷെ അന്നത്തെ എനിക്ക് മേക്കപ്പ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മേക്കപ്പ് നമ്മളൊരു മോഡൽ കാണിച്ചു, അതുപോലെ തന്നെ ആ ചേച്ചി ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എനിക്കത് ചേരുന്നുണ്ടായിരുന്നില്ല. ചേച്ചിയുടെയും കുഴപ്പമല്ല, പക്ഷേ എനിക്കത് സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻഗേജ്മെൻറ്റ് ഫോട്ടോസും ആൽബംസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ചേട്ടൻ്റെ കുർത്ത നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെത് ഞാൻ ഒരുപാട് ഹാൻഡ് വർക്കൊക്കെ ചെയ്തായിരുന്നു. ഏകദേശം നല്ലൊരു എമൗണ്ട് ആയിരുന്നു ആ ബ്ലൗസ് തന്നെ ചെയ്തെടുക്കാൻ. അപ്പോൾ എനിക്കത് വെറുതെ ഇങ്ങനെ വെച്ചിരുന്ന് വേസ്റ്റ് ആക്കാൻ തോന്നിയില്ല. ഞാൻ എൻ്റെ ചേച്ചിക്ക് കൊടുത്തു ആ ബ്ലൗസ്. സാരി എൻ്റെ മൂത്ത ചേച്ചിക്കും കൊടുത്തു, ബ്ലൗസ് എൻ്റെ രണ്ടാമത്തെ ചേച്ചിക്കും കൊടുത്തു. അപ്പോൾ ആ ഡ്രസ്സ് എൻ്റെ കയ്യിലില്ല. ബാക്കി ചേട്ടൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ആ ഫോട്ടോസൊക്കെ കണ്ടാലോ? നമ്മുടെ എൻഗേജ്മെൻറ്റ് ആൽബം നമ്മുടെ രണ്ടുപേരുടെയും ആൽബം ചെയ്തത് ഒരേ സ്റ്റുഡിയോ തന്നെ ആയിരുന്നു. കാരണം നമ്മൾ നാട്ടിലില്ലായിരുന്നല്ലോ. അപ്പം ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ നമ്മുടെയും കൊടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ ആൽബത്തിലേക്ക് കടക്കാം. കണ്ടോ, ഇതാണ് ചേട്ടൻ്റെ കുർത്ത. എൻ്റെ ബ്ലൗസ് എടുത്തു കഴിഞ്ഞിട്ടാണ് ചേട്ടൻ ഡ്രസ്സ് എടുത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സെയിം കളർ എടുക്കാം. പക്ഷേ എൻ്റെ മേക്കപ്പ്, ഹെയർ സ്റ്റൈൽ എന്തൊക്കെയോ എനിക്ക് ചേരുന്നില്ല. ഈ ഒരു സാരി ഒരു സെറ്റ് മുണ്ടുമായിരുന്നു. ഇത് നമ്മളൊരു ഓൺലൈൻ പേജിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. ഈ ബ്ലൗസ് നമ്മുടെ അടുത്ത് നമ്മൾ കൊടുത്ത് ഹാൻഡ് വർക്ക് ചെയ്തായിരുന്നു. ഇത് ഫുള്ള് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല എക്സ്പെൻസ് ആയിരുന്നു ഈ ബ്ലൗസിന് തന്നെ. ഈ മെറ്റീരിയലിനും അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ 2 മാലയായിരുന്നു പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഗോൾഡായിരുന്നു, ഇത് ഗോൾഡ് അല്ലായിരുന്നു. അങ്ങനെ ഈ മെഹന്തിയും ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഒരു എൻഗേജ്മെൻറ്റ് ലുക്ക് എന്ന് പറയുന്നത്. ചേട്ടൻ്റെ ഡ്രസ്സെല്ലാം എടുത്തത് ആലപ്പുഴയിലുള്ള മഹേശ്വരി ടെക്സ്റ്റൈൽസിൽ നിന്നാണ്. പിന്നെ ആഫ്റ്റർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെവിടെ പോയിട്ടുണ്ടായിരുന്നു? ഇത് ഹരിപ്പാട് അമ്പലത്തിൻ്റെ അവിടെ ഉള്ള ഒരു കൽമണ്ഡപം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ ഈ ഫോട്ടോസൊക്കെ ബാക്കി എടുത്തത്. അപ്പോൾ എൻ്റെ ഈ ലുക്ക് എനിക്ക് തീരെ അങ്ങോട്ട് സഹിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ എൻഗേജ്മെൻറ്റ് ആൽബം അങ്ങനെ കാണാറില്ല. എനിക്ക് എൻ്റെ ലുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ ഹെയർ സ്റ്റൈലോ എന്തൊക്കെയോ വൃത്തിയിടും. പക്ഷേ നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അമ്മ, അച്ഛൻ, അമ്മയൊക്കെ സെറ്റും മുണ്ടായിരുന്നു. ഇത് ചേച്ചി, രണ്ടാമത്തെ ചേച്ചി. ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഹെയർ സ്റ്റൈലോ എന്തൊക്കെയോ എനിക്ക് നല്ല ബോറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ചേച്ചിയുടെ മോൾ. അന്ന് കുഞ്ഞു വാവയായിരുന്നു. മൂത്ത ചേച്ചിയുടെ മോൻ. നമ്മൾ ചെറിയ രീതിയിലൊരു ഡെക്കോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ. അങ്ങനെ നമുക്ക് റിംഗ് എക്സ്ചേഞ്ചും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. എങ്കിൽ കൂടി നമ്മൾ ചെറിയ രീതിയിലൊരു ഡെക്കോർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഹരിപ്പാടുള്ള മുരളി ഹോട്ടലായിരുന്നു. മുരളി ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ എൻഗേജ്മെൻറ്റ്.
അങ്ങനെ കോവിഡൊക്കെ ആയ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് പേര് മാത്രമുള്ള ഒരു ഫങ്ഷനായിരുന്നു, ചെറിയൊരു ഫങ്ഷനായിരുന്നു നമ്മുടെ എൻഗേജ്മെൻറ്റ്. നമുക്ക് റിംഗ് എക്സ്ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് കരയോഗത്തിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പേപ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. അങ്ങനെ പിന്നെ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു, ചെറുക്കനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു, പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും അതൊക്കെ തന്നെ. ഇതൊക്കെ നമ്മുടെ ഫാമിലി ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഒരു കുഞ്ഞ് എൻഗേജ്മെൻറ്റ് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് ഈ ബ്ലൗസ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഹാൻഡ് വർക്കും കാര്യങ്ങളും ഒക്കെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ വണ്ണം വെച്ചിട്ടുണ്ട്, അതൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു എൻഗേജ്മെൻറ്റ് വിശേഷം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. ചേട്ടൻ എനിക്ക് വാലൻറ്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്യുന്നു, എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തു. ഞാൻ പോണ്ടിച്ചേരിയിലായിരുന്നു, അപ്പം ചേച്ചിയുടെ അഡ്രസ്സൊക്കെ വാങ്ങിച്ച് ചേട്ടൻ അവിടത്തേക്ക് എനിക്ക് ഗിഫ്റ്റൊക്കെ അയച്ചിരുന്നു. അപ്പോൾ എനിക്കൊരു വിഷമം, ഞാൻ ചേട്ടനൊന്നും ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാൻ പോയ ടൈമിൽ ഞാൻ ചേട്ടൻ സെപ്പറേറ്റ് ഒരു ഷർട്ട് വാങ്ങിച്ചു. എനിക്കറിയില്ലായിരുന്നു ചേട്ടൻ ഫുൾ സ്ലീവാണ് യൂസ് ചെയ്യുന്നത്. ചേട്ടന് ഇഷ്ടം ഫുൾ സ്ലീവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വാങ്ങിച്ചത് ഹാഫ് സ്ലീവായിരുന്നു. അതിന് ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി, ഞങ്ങളെല്ലാവരും കൂടി ഫാമിലിയായിട്ട് പോണ്ടിച്ചേരി പോകുന്ന ടൈമായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് വീടിൻ്റെ വെളിയിൽ ചേട്ടനെ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു, അതായത് ഷർട്ട് കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ പോണ്ടിച്ചേരിക്ക് പോയി. അപ്പോൾ പിന്നാണ് അറിയുന്നത് ഹാഫ് സ്ലീവ് ചേട്ടന് ഇഷ്ടമല്ല എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് ഒത്തിരി ഫീലായിപ്പോയി, അയ്യോ ഇഷ്ടമല്ലാത്ത സാധനമാണല്ലോ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തതിന്. പക്ഷെ പിന്നെ ആ ഷർട്ട് ചേട്ടൻ ഒരുപാട് സ്ഥലത്തിട്ടു. ചേട്ടൻ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ തലേദിവസം ഫോട്ടോഷൂട്ടിനൊക്കെ ചേട്ടൻ ആ ഷർട്ട് തന്നെയായിരുന്നു യൂസ് ചെയ്തത്. അങ്ങനെ ചേട്ടൻ ആ ഷർട്ട് യൂസ് ചെയ്ത് അത് ഓൾമോസ്റ്റ് അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ടായിരുന്നു. ആ ഷർട്ടും ഞാൻ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ആ ഷർട്ട്. അത് ഇതാ കണ്ടോ, ഹാഫ് സ്ലീവാണ്. പക്ഷേ ഈ ഷർട്ടും ഇപ്പോഴും ഞാൻ ഫസ്റ്റായിട്ട് ഗിഫ്റ്റ് ചെയ്തതാണല്ലോ, ആ ഒരു മെമ്മറിക്ക് ഞാൻ ഈ ഷർട്ടും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതായിരുന്നു നമ്മുടെ ഒരു ഫസ്റ്റ് ഗിഫ്റ്റ് മെമ്മറി. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട, ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കുറച്ച് മെമ്മറീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുകയും വേണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.